കുട്ടികളുടെ ശരീരം വളർത്തിയാൽ മാത്രം പോരാ, മനസ്സുകൂടി വളർത്താനുള്ളത് യഥാകാലം കൊടുത്തില്ല എങ്കിൽ നമ്മളുടെ മക്കൾ ശാരീരികമായിട്ട് വളർന്നവരാവും, മാനസികമായിട്ട് വളരാത്തവരാവും. അവർക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള അനുമോദനങ്ങൾ കൊടുക്കണം. ചെറുതും വലുതുമായിട്ടുള്ള അവരുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കണം. അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ യോഗ്യതയുള്ളവരായി തീരണം മാതാപിതാക്കള്. നിന്നെപ്പോലൊരു മകനെ, നിന്നെപ്പോലൊരു മകളെ കിട്ടിയത് അമ്മയുടെയും അച്ഛൻ്റെയും പുണ്യമാണ് എന്ന് പറയാൻ അമ്മയ്ക്കും അച്ഛനും സാധിക്കണം. നമ്മുടെ മക്കൾക്ക് തോന്നണം ഇതുപോലൊരു അച്ഛൻ്റെയും അമ്മയുടെയും മകനായി അല്ലെങ്കിൽ മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് പുണ്യമാണെന്ന്. നമ്മളുടെ മക്കള് അവർക്ക് നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ കൂടുതൽ ദുഃഖം ഇന്നുണ്ട്. നമ്മളുടെ മാതാപിതാക്കള് 5, 6, 7 കുട്ടികളുള്ള ഒരു വീട്ടില് അവർ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടാണ് നമ്മളെ വളർത്തിയത്. നമ്മൾ അന്ന് ദുഃഖവും സുഖവും എല്ലാം അനുഭവിച്ചിരുന്നു. പക്ഷെ 5-6 മക്കൾ ഒരുമിച്ചുണ്ടായിരുന്നത് കൊണ്ട് ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങും നടന്നു. ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടിയേ ഉള്ളൂ. അവരുടെ ദുഃഖം, അവരുടെ വേദന, അവരുടെ ദേഷ്യം, അവരുടേതായിട്ടുള്ള നന്മ തിന്മകൾ പങ്കുവെക്കാൻ വീട്ടിനകത്ത് അമ്മയും അച്ഛനും അല്ലാതെ വേറെ ആരുമില്ല. ആ അമ്മയോടും അച്ഛനോടും പങ്കുവെക്കാൻ അവസരം മക്കൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അമ്മയും അച്ഛനും തിരക്കിലാണ്, അമ്മയ്ക്കും അച്ഛനും ജോലിയുണ്ട്, അവര് സമ്പാദിക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു. മാത്രമല്ല വൈകുന്നേരം വന്നാലും രാവിലെയും മക്കൾക്ക് ട്യൂഷൻ. അത് സ്കൂളിൽ പഠിക്കാനുള്ളത് മാത്രമായിരിക്കണമെന്നില്ല. ട്യൂഷൻ, ഡാൻസ്, പാട്ട് തുടങ്ങിയ അനവധി കാര്യങ്ങൾ അവരെ നിർബന്ധമായിട്ട് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നു. അവരതിൽ നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. സ്കൂളിലെ ഫസ്റ്റ് ആവുക, കലാപ്രതിഭയാവുക, ഇതെല്ലാം കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷൻ മുഴുവനും ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ വീട്ടിനകത്ത് അമ്മയോടും അച്ഛനോടും സംസാരിച്ച് സന്തോഷിച്ച് അമ്മയോടും അച്ഛനോടും തൻ്റെ സന്തോഷങ്ങൾ അറിയിച്ച് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കാൻ മക്കൾക്ക് സാധിച്ചില്ല എങ്കിൽ അവർ വളരെ പെട്ടെന്ന് ഡിജക്റ്റഡ് ആവും. അവർക്ക് അമ്മയോടും അച്ഛനോടും ഭയങ്കര വെറുപ്പായിരിക്കും. ആ അമ്മയും അച്ഛനും മക്കളെ ആശ്വസിപ്പിച്ചില്ല എങ്കിൽ മക്കൾ പലപ്പോഴും അവരുടെ ദുഃഖം തുറന്നു പറയില്ല.